മോപ്പസാങ്ങിൻ്റെ ഡയമണ്ട് നെക്ലേസ് എന്നൊരു നല്ല കഥയുണ്ട്. അത് വായിക്കാനിടയായി. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ. അതിനകത്ത് ഒരു ധനികയായ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു ഡയമണ്ട് നെക്ലേസ് ഒരു വിരുന്നിന് പോകാനായിട്ടൊരു സാധു സ്ത്രീ കടം വാങ്ങും. അത് കണ്ട് അട്രാക്റ്റ് തോന്നിയിട്ടാണ് ആ ഡയമണ്ട് നെക്ലേസ് വാങ്ങിച്ചത്. പക്ഷേ എന്ത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇവള് വിരുന്നിന് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ആ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ ഡയമണ്ട് നെക്ലേസ് ഇവിടെ നിന്ന് നഷ്ടമാകുകയാണ്. ഒരു ധനികയായ സ്ത്രീയോട് ഇതൊന്നും പറയാനും പറ്റത്തില്ല. അവളുടെ സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് ലോണൊക്കെ എടുത്ത് ഈ ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിച്ച് ഈ ധനികയായ സ്ത്രീക്ക് മടക്കി കൊടുക്കും. അതിനുശേഷം ഇവളുടെ ജീവിതകാലം മുഴുക്കെ ദാരിദ്ര്യത്തിലായിരുന്നു. ഇത് തിരിച്ചു കൊടുക്കുവാനുള്ള ശ്രമത്തിന് വേണ്ടി അവൾ പല ജോലികൾ ചെയ്യുന്നു, അവളുടെ വീട് വിൽക്കുന്നു, അവളുടെ പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ധനികയായ സ്ത്രീ വീണ്ടും കണ്ടുമുട്ടുമ്പോഴത്തേക്കും പറയും, എന്താണ് നീ ഇങ്ങനെ ക്ഷീണിച്ചതെന്ന് ധനികയായ സ്ത്രീ ചോദിക്കുമ്പോഴത്തേക്കും ഇവൾ പറയും, അന്ന് വാങ്ങിച്ച ഡയമണ്ട് നെക്ലേസ് ഉണ്ടല്ലോ, ആ ഡയമണ്ട് നെക്ലേസ് എന്നിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷേ ഞാൻ അതുപോലെ ഒരെണ്ണം വാങ്ങിച്ച് അന്ന് തന്നതാണ്. പക്ഷേ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഇരുന്നതെന്ന് പറയുമ്പോൾ ആ ധനികയായ സ്ത്രീ പറയും, അതൊരു ഡയമണ്ട് നെക്ലേസ് ഒന്നും ആയിരുന്നില്ല, അതൊരു ഇമിറ്റേഷൻ സാധനമായിരുന്നു, നീ അതാണോ എനിക്ക് കൊണ്ട് തന്നതെന്ന് ചോദിക്കും. അതുപോലെയാണ് നമ്മുടെ പലരുടെയും ജീവിതങ്ങൾ. നമ്മൾ പലപ്പോഴും ഇത് ജീവിതവുമായിട്ടൊക്കെ തട്ടിക്കാം. പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. പക്ഷേ അതെല്ലാം ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ പുറകെയുള്ള പോക്കാണ് നമ്മൾ മനസ്സിലാകുന്നില്ല. ജീവിതത്തിലെ പല കാര്യങ്ങളും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഇപ്പോൾ കൺസ്യൂമറിസത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പണ്ടൊരു പലചരക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു തലമുറയുടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മളൊരു കടയിൽ പോയിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഒരു 40% നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് കൺസ്യൂമറിസത്തിലൊക്കെ നമുക്കിപ്പോൾ ചോയ്സുകൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള ഇമിറ്റേഷൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതവും എല്ലാം വ്യയം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം അധ്വാനത്തിൻ്റെ ഭാഗങ്ങളിലേക്കാണ് ഭൂരിഭാഗം മിഡിൽ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വ്യയം ചെയ്യുന്നതിനാണ് ഒരുപാട് സമയവും പണവും ഒക്കെ പുറത്തുമാകുന്നത്. പിന്നെ അവർ കടം കയറുന്നു. ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് മാത്രം വാങ്ങുവാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങൾക്കും ജീവിച്ചു. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് 1000 രൂപയൊക്കെ വരുമാനം ഉണ്ടെങ്കിൽ അയാൾക്കും ജീവിച്ചു പോകാനുള്ള പരിതസ്ഥിതിയുണ്ട്. പക്ഷേ ഒരു കൺസ്യൂമറിസത്തിൻ്റേതായ നമ്മൾ കൂടുതൽ വാങ്ങും എന്നുള്ള കൺസ്യൂമറിസം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗങ്ങളായിട്ടാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമിറ്റേഷൻ ഗോൾഡുകളുടെ പുറകെയാണ് നമ്മളെല്ലാം പോകുന്നത്. നമ്മുടെ വീടുകളെല്ലാം കുപ്പക്കുന്നുകളാവുന്നുണ്ട്. കാര്യം ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലാത്ത വാങ്ങിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം എത്രമാത്രം കുപ്പക്കുന്നുകളായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്. ആവശ്യമുണ്ടെന്ന് കരുതി വാങ്ങിച്ചാൽ അപ്പോൾ അടുത്ത ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കരുതിക്കൊള്ളൂ, ആവശ്യമുള്ളത് മാത്രം വാങ്ങുമെന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. കാര്യം വെച്ചാൽ അനാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ പണവും സമയവും ഒക്കെ പ്രയം ചെയ്യുന്നതാണ്. ഇമിറ്റേഷൻ ഗോൾഡ് പോലുള്ള സാധനങ്ങളുടെ പുറകെ ഓടി ജീവിതം അവസാനിക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൻ്റെതായ ഒരു പ്രത്യേക ശാസ്ത്രം. ഇത് പറയാൻ വേണ്ടിയാണ് ഈ മോപ്പസാങ്ങിൻ്റെ ഈ കഥ പറഞ്ഞത്. മോപ്പസാങ്ങിൻ്റെ ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ ഒറിജിനലാണെന്ന്